ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഴങ്ങ് മെഴുക്ക് പുരട്ടി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. കിഴങ്ങ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉള്ളി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ചതച്ചെടുക്കണേ. പിന്നെ എന്താ പറയുന്നത്, അപ്പോൾ അതുപോലെ ഞാൻ കടുകെണ്ണ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്തോട്ട് ഞാൻ കടുക് ഇട്ട് കൊടുത്ത് ജീരകം ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ 3 ഉള്ളിയും ചതച്ച വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കണേ. പിന്നെ നമുക്ക് മുളക് പൊടിക്ക് പകരം ഞാൻ മുളക് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ അതിട്ട് കൊടുത്താൽ മതി. അതൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പം അന്നേരം പിന്നെ നമുക്ക് ബാക്കി കിഴങ്ങിട്ട് കൊടുക്കാം. കിഴങ്ങ് ഇതുപോലെ നീളത്തിൽ തന്നെ അരിയണം. അപ്പോൾ നല്ലൊരു ഭംഗി, കാണാനും ഭംഗിയാണ്, ടേസ്റ്റിയാണ് കഴിക്കാൻ. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട, വെള്ളമില്ലാണ്ട് നമുക്കിത് ആവിയിൽ തന്നെ വേവിച്ചെടുക്കാം. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്നെടുത്ത് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതൊരു ഹാഫ് ബോയിലായിട്ടുണ്ട്, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇത് നല്ല ഒരുമാതിരി പകുതിയോളം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കാം. 5-10 മിനിറ്റ് വേകുന്ന ഒരു പരുവത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കല്ല, അടി പിടിക്കാതിരിക്കാൻ. ഇത് നന്നായിട്ടായിട്ടുണ്ട്. നല്ല കളറും നല്ല ടേസ്റ്റും. ഈ ഒറ്റ കറി മതി നമുക്ക് ചോറുണ്ണാനാണെങ്കിലും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ, കമൻറ്റും ചെയ്യണേ. ഓക്കെ, ബൈ ഗൈസ്.